ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 118 അതിൻ്റെ 22 വാക്യം വായിക്കാം. സാംസ് 118:22. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. The stone the builders rejected has become the cornerstone. Praise the Lord. Hallelujah. Rejected, തള്ളിക്കളഞ്ഞത്. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ്. ഞാനിവിടെ വാക്യം ഒന്ന് എടുക്കാനാണ്. ഇവിടെ എൻ്റെ ഇരിക്കുന്ന ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ഇങ്ങനെയാണ്: The stone which the builders rejected has become the chief cornerstone. ചീഫ് കോർണർസ്റ്റോൺ. മനുഷ്യർ തള്ളിക്കളഞ്ഞതിനെ ദൈവം മൂലക്കല്ലായി മാറ്റിയിരിക്കുന്നു. നമുക്കറിയാം, when we build a house, we will put the cornerstone, we will pray for that, because that is the chief cornerstone, and that we will conduct as a big function. ഒരു ആദ്യത്തെ കല്ലിടുന്നത് ഒരു വലിയ പ്രാർത്ഥനയോട് നമ്മൾ ചെയ്യാൻ കാരണം അതൊരു പുതിയ തുടക്കമാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, റിജക്റ്റഡ് ഹാസ് ബിക്കം പ്രഷ്യസ്. ഹല്ലേലൂയ. റിജക്റ്റഡ് ഹാസ് ബിക്കം പ്രഷ്യസ്. തള്ളിക്കളഞ്ഞതിനെ ദൈവം ശ്രേഷ്ഠമാക്കി മാറ്റും. ദൈവത്തിന് സ്തോത്രം. ഇവിടുത്തെ പ്രശ്നം, റിജക്ഷൻ രണ്ട് രീതിയിലുണ്ട്. 2 types of rejection. First rejection, others will reject you. See, we are living in a world where we will not get an acceptance. ആരും അംഗീകരിക്കാത്ത ഒരു ലോകയാത്രയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. If you do well in your office, your manager will not accept. He will still find some mistake in you. Praise the Lord. If you are very faithful to your parents, they will not accept you. Still they will find you have done these things. അപ്പോൾ ലോകം ആരെ അംഗീകരിക്കാത്തൊരു ലോകമാണ്. സോ others will reject you. മറ്റുള്ളവർ നമ്മെ എന്ത് ചെയ്യും? തള്ളിക്കളയും. പക്ഷെ ദൈവം എന്ന് പറയുന്നത് സെക്കൻഡ് റിജക്ഷൻ ആണ്. The first rejection is normal. It is happening everywhere. We have overcome that. We know that nobody will accept us, nobody will appreciate us. Praise the Lord. നമ്മളത് ശീലിച്ചു കഴിഞ്ഞു. ആരും നമ്മെ അംഗീകരിക്കുകയോ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ തളരുകയല്ല. സ്തോത്രം. ബട്ട് ഗോഡ് ടുഡേ വാണ്ട് ടു പോയിന്റ് ഔട്ട് ദ സെക്കൻഡ് റിജക്ഷൻ. എന്താണ് സെക്കൻഡ് റിജക്ഷൻ? ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് റിജക്ഷൻ. ഞാൻ തന്നെ പറയുകയാണ്, ഐ ആം ടെല്ലിംഗ് ടു മൈ സെൽഫ്, ഐ ആം ഗുഡ് ഫോർ നത്തിങ്. ഐ ആം ടെല്ലിംഗ് മൈ സെൽഫ്, ഐ ആം എ ടോട്ടൽ ഫെയിലിയർ. സ്തോത്രം. ഇതാണ് ഡേഞ്ചറസ് റിജക്ഷൻ. ഡേഞ്ചറസ് റിജക്ഷൻ. ഐ ടെൽ ടു മൈ സെൽഫ്, ഐ വിൽ നോട്ട് ബി വിക്ടോറിയസ്. ഐ ആം ദ ഗ്രേറ്റസ്റ്റ് ഫെയിലിയർ. ഐ ആം ഗുഡ് ഫോർ നത്തിങ്. Hallelujah. Praise the Lord. Remember, this is the greatest tackle of devil. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് നിന്നോട് തന്നെ നിന്നെ കൊണ്ട് പറയിക്കുകയാണ്, ആത്മമണ്ഡലത്തിലോ ഭൗതിക മണ്ഡലത്തിലോ നിന്റെ ജീവിതത്തിൽ ഒരിടത്തും നിനക്ക് ജയമില്ല. നീ എന്നും ദുഃഖിക്കും, എന്നും നീ പരാജയമാകും. ഞാൻ അത് വിശ്വസിക്കുവാൻ തുടങ്ങുമ്പോൾ, ആമേൻ, സ്തോത്രം, ഞാൻ തകരുവാൻ തുടങ്ങും. സ്തോത്രം. ദൈവം എന്ന് പറയുന്നു, ഗോഡ് ഈസ് ടെല്ലിംഗ് യു, യു ആർ നോ മോർ എ ഫെയിലിയർ. നീ ഒരു പരാജയമല്ല. യു ആർ ഗുഡ് ഫോർ എവറിഥിങ്. നീ എല്ലാത്തിനും കൊള്ളാവുന്നവനാണ്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ലെറ്റ് അതേഴ്സ് റിജക്ട് യു, ബട്ട് ഡോണ്ട് റിജക്ട് യുവർ സെൽഫ്. ഈ റിജക്ട് ചെയ്യുമ്പോഴാണ് എന്തിലേക്ക് പോകുന്നത്? സൂയിസൈഡിലേക്ക് പോകുന്നത്. ഡോണ്ട് സ്പിരിച്വലി സൂയിസൈഡ്. നീ ആത്മമണ്ഡലത്തിൽ ആത്മഹത്യ ചെയ്യരുത്. Don't run away from God's presence. Don't run away from God's blessing. Don't run away from God's promise. Why? Those who are rejected become the chief cornerstone. Hallelujah. സ്തോത്രം. തള്ളിക്കളഞ്ഞ നീ പോലും നിന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ ഇന്ന് പകൽ ദൈവം നിന്നോട് പറയുന്നു,
ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ആമേൻ. ദൈവം നിന്നെ ശ്രേഷ്ഠമാക്കി മാറ്റും. ദൈവത്തിന് സ്തോത്രം. Why you need a confidence? Why you need that confidence? എന്തുകൊണ്ട് ഇന്ന് പകൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം? വായിക്കാം. ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 53:3. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 3-ാം വാക്യം. Prophet before the coming of Christ, he was giving the prophecy about Christ. The main thing he was telling, he was rejected by men. He was, അവൻ മനുഷ്യരാൽ ത്യജിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ടു. He was rejected. Read. He was despised and rejected by man. He was despised and rejected by man. ദൈവത്തിന് സ്തോത്രം. ആരെക്കുറിച്ച് പറഞ്ഞു? ജീസസ് ക്രൈസ്റ്റ്. He was despised and rejected. അവനെ തള്ളിക്കളഞ്ഞു മനുഷ്യർ. പക്ഷെ ദൈവം കൈവിട്ടോ? ദൈവം കൈവിട്ടില്ല. ഹല്ലേലൂയ. 53:12 ഒന്ന് വായിച്ചേ. Therefore I will give him a portion among the great. I will give him. മതി. Those who rejected the message to the rejected, I will give you a portion of the great. മഹാന്മാരുടെ പങ്ക് ഞാൻ നിനക്ക് നൽകും. സ്തോത്രം. പ്രൈസ് ഗോഡ്. നീ തള്ളിക്കളയപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, സ്തോത്രം, നീ ഫെയിലർ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ദൈവം പറയുന്നു, ശ്രേഷ്ഠമായ നന്മകളാൽ ഞാൻ നിന്നെ അലങ്കരിക്കും. സ്തോത്രം. I will give the portion among the great, of the great. മഹാന്മാരുടെ നന്മകളാൽ ദൈവം നിന്നെ നിറയ്ക്കും. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അപ്പസ്തോല പ്രവൃത്തികൾ ആക്ട്സ് ചാപ്റ്റർ 4, 10 and 11 എന്ന് വായിച്ചേ. ആക്ട്സ് ചാപ്റ്റർ 4, 10 and 11. നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Jesus of Nazareth. We are preaching about Jesus of Nazareth. Who is he? in 11 എന്ന് വായിച്ചേ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ലിവൻ തന്നെ. Hallelujah. He was the chief cornerstone who was rejected by men. Who? Jesus Christ. Jesus of Nazareth. Who too he proclaimed that we killed him. Praise the Lord. But God resurrected him. നിങ്ങൾ കൊന്നുവെങ്കിലും ദൈവം ഉയർപ്പിച്ചവനായ നസ്രയനായ യേശു, അവൻ ആരാന്നറിയാമോ? തള്ളിക്കളഞ്ഞ കല്ലുകളുടെ നടുവിൽ മൂലക്കല്ലായി തീർന്ന ക്രിസ്തു ആണെങ്കിൽ, ആ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ദൈവത്തിലെ തള്ളിക്കളഞ്ഞ നിന്നെ ദൈവം ശ്രേഷ്ഠമാക്കി മാറ്റുവാൻ പോകുകയാണ്. What is our confidence? I am following Christ. Who is Christ? He was rejected by man and he became the chief cornerstone. തള്ളിക്കളഞ്ഞ ക്രിസ്തുവിനെ മൂലക്കല്ലാക്കി മാറ്റിയ ദൈവം തള്ളിക്കളയപ്പെട്ട എന്നെയും മൂലക്കല്ലാക്കി മാറ്റും. സ്തോത്രം. That is the great confidence. Dear brothers and sisters, ഈ പോർഷൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകരുത്. ഇനി പ്രസംഗിക്കുന്ന മുഴുവൻ മറന്നു പോക്കോട്ടെ. Don't forget this. Don't reject yourself. നീ നിന്നെ തള്ളിക്കളയരുത്. Don't feel I am good for nothing. Amen. Don't proclaim I am a failure. Praise the Lord. Don't testify yourself I will not receive any blessings or happiness in my life. നീ നിന്നെ തള്ളിക്കളയരുത്. ആമേൻ. മൂലക്കല്ലായി മാറിയവൻ നിന്നെയും മൂലക്കല്ലായി മാറ്റും. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പക്ഷേ how we will become a cornerstone? Now we are in a position
rejected by men or rejected by myself. മനുഷ്യർ തള്ളിക്കളഞ്ഞതും ഞാനും തള്ളിക്കളഞ്ഞിരിക്കുന്ന എന്നെ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുക. എനിക്കിനി ഒരു വിടുതലില്ല, എനിക്കിനി ഒരു സന്തോഷമില്ല, എൻ്റെ ജീവിതത്തിൽ നന്മയില്ലെന്ന് ഞാൻ തന്നെ എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ദൈവം നിന്നെ ശ്രേഷ്ഠനാക്കി? ഹൗ ഗോഡ് വിൽ ചേഞ്ച് യുവർ ലൈഫ് പ്രഷ്യസ്. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. 1 Peter chapter 2 അതിൻ്റെ 4 ഒന്ന് വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യം. ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ അടുക്കൽ വന്നു. Read in English. As you come to him, As you come to Christ, the living stone, rejected by humans, മതി. How you will become precious? Why you are confident today morning? Because even I am rejected by men, even I am self-rejecting myself, but I took a decision, I will come to Christ. Amen. I will come to Christ. I will come to Christ. എന്തുകൊണ്ട് മൂലക്കല്ലായി തീരുന്നറിയാമോ? നീ ക്രിസ്തുവിൽ വരുവാൻ തീരുമാനമെടുത്തു. You took a decision. I will stay in Christ. I will be with Christ. അതാണ് നിന്റെ വിജയത്തിന്റെ രഹസ്യം. Praise God. Not because of your certificate, not because of your family value, not because of the bank balance, not because of your strength, not because of your wisdom. You took a decision. I will come to him. ഞാൻ എൻ്റെ ക്രിസ്തുവിനെ കൂടെ ജീവിക്കും. തള്ളിക്കളഞ്ഞ നിന്നെ അവൻ മൂലക്കല്ലായി മാറ്റാൻ പോകുകയാ. സ്തോത്രം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. Can I go to Christ? I want to go to the palace to meet king, but I don't have what? Permission. I don't have the access. Praise God. So how I can go to the King of Kings? I took a decision, but how I can go? Shall I need a permission? Matthew 11:28 says, മത്തായി 11:28 ഇങ്ങനെ വായിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. Matthew 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. Open permission. There is no difference in education. There is no difference in color. There is no difference in caste. There is no difference in culture. There is no difference in financial value. There is no difference in anything. Who wants to come? You can come to me at any time. Come to me. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ കൂടെ വരാം. You can come to me. Praise God. Hallelujah. അപ്പോൾ you are rejected, but you can become a cornerstone. What you have to do? I have to take a decision. My life, rest of my life, from today, I will be with Christ. And Christ is telling, I am giving you open permission. Come to me. But still, I am a rejected stone. ഇതെല്ലാം ഉണ്ടായിട്ടും ഞാനൊരു തള്ളിക്കളഞ്ഞ കല്ലായി നിൽക്കുന്നു. എന്തുകൊണ്ട്? Why still I am not precious? Why I am not a cornerstone? Praise God. John 5:40. John 5:40. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 40-ാം വാക്യം. ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. Praise the Lord. Simple. Yet you refused to come to me. You refused to come to me. You refused come to me. വേറെ
ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു, യു ആർ നോട്ട് വില്ലിംഗ് ടു കം ടു മീ. യു ആർ നോട്ട് വില്ലിംഗ് ടു കം ടു മീ. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് നമ്മൾ പറഞ്ഞു, മനുഷ്യർ തള്ളിയതെങ്കിലും, if you are willing to come to me, even you are rejected, if you are willing to come to me, I will make you a cornerstone. ഞാൻ നിന്നെ ശ്രേഷ്ഠമായ ഒരു കല്ലാക്കി നിന്നെ മാറ്റും. സ്തോത്രം. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. How God will change your life into precious. എങ്ങനെ ദൈവം ആമേൻ നിങ്ങളുടെ ജീവിതത്തെ precious ആക്കി മാറ്റും. So until now I just want to say to remember that you are no more rejected. You are precious. Hallelujah. Take a decision today morning. I will be with Christ from today till the end of my life. Never reject. Never refuse. Lord, I will not come to you. Never refuse. You will be precious. God will change your life. How God will change your life? ദൈവത്തിന് സ്തോത്രം. 1 Peter chapter 2, 4 and 5 ഒന്ന് വായിക്കാം. 1 Peter chapter 2, 4 and 5. അല്ല, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. സ്തോത്രം. As you come to him, the living stone, rejected by humans, but chosen by God. But chosen by God. അവിടെ നിൽക്കട്ടെ. Why you are precious? Rejected by man. At the same time, what happened? Chosen by God. അയ്യോ, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവം സ്വീകരിച്ച വ്യക്തിയാണ് ഈ സ്തോത്രം. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഈ സ്തോത്രം. Why you are precious? Not because people accepted you. People rejected you. You yourself rejected you. But God is telling, don't mind, I have chosen you. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. സ്തോത്രം. I chosen you to become precious. ഒന്ന് വായിച്ചേ ഇംഗ്ലീഷിലെ. As you come to him, the living stone, rejected by human, but chosen by God, and precious to him. And precious to him. Once you are chosen, you are precious to him. നിന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് നീ ആരായി മാറി? നീ വിലയേറിയവനായി മാറി. സ്തോത്രം. Praise the Lord. Hallelujah. കഴിഞ്ഞ വെള്ളിയാഴ്ച ഓർപ്പിച്ചു, നീ ഏത് കുടുംബമാ? You belongs to which family? Royal family. സ്തോത്രം. The moment God chosen you, you become precious. ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് നീ വിലയേറിയവനായി മാറി. സ്തോത്രം. Praise the Lord. If you study about David, 1 Samuel chapter 16, 1 and 2 ഒന്ന് വായിച്ചേ. 1 ശമൂവേൽ അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നിരിക്കെ, I rejected a king. ആര് പറയാ? God is telling, I rejected a king. നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമിനായ യിശ്ശായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. The moment I rejected a king, the same moment I have chosen a king. Hallelujah. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. Amen. The moment I rejected a king, the same moment I have chosen a king. The prophet went to that house.
he started asking that, Father, where is your sons? God has selected one person, bring one by one. And finally, if you read 16:11, വായിച്ചേ. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാവുന്നു എന്ന് പറഞ്ഞു. Praise the Lord. He brought everyone except one. He brought everyone except one. He brought every accepted except rejected. But God is asking one question, where is the rejected? പിതാവേ, നീ തള്ളിക്കളഞ്ഞ മകൻ എവിടെ? Praise God. Who is asking? God is asking, where is the person you rejected? He told, he is no more here. He is not here. He is outside. He is in the field. He is a shepherd. Praise God. He was being called. And if you read 13, you can see. അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. God chose David. ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തു. The rejected has been chosen. പ്രവർക്കുന്ന പകൽ സന്തോഷമുണ്ട്. നിന്റെ ഹൃദയത്തിൽ നീ പരാജയം തോന്നുന്നെങ്കിൽ നിന്നോട് ദൂത് പറയുന്നത്, ആമേൻ, നീ തന്നെ പറയ, നീ പരാജയമെങ്കിൽ നിന്നോട് ദൂത് പറയ, ദൈവം, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. I have chosen you. You are the lowest until today. Today you become the greatest. നിന്റെ കുടുംബത്തിലെ ഏറ്റവും താണു കിടന്ന നിന്നെ ഇന്ന് അഭിഷേകത്താൽ ദൈവം നിന്നെ ഏറ്റവും ശ്രേഷ്ഠമാക്കി മാറ്റി. സ്തോത്രം. Praise God. Hallelujah. ഒരു അടയാളം പറഞ്ഞുതരാം. I will tell you a sign, the word through the word of God. അതിന്റെ 21 എന്ന് വായിച്ചേ. 16:21. സമയത്തും എല്ലാം അറിയാവുന്ന ദാവീദ് ശൗലിന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുമ്പാകെ നിന്നു. അവനോട് വളരെ സ്നേഹമായി. അവൻ അവന്റെ ആയുധവാഹകനായി തീർന്നു. ആകയാൽ മതി, അവൻ അവന്റെ ആയുധവാഹകനായി തീർന്നു. Who was he before? He was a shepherd who was rejected. But the moment he was chosen, he became an armor bearer of the king. നോക്കിക്കേ, സ്തോത്രം. Praise God. ഒരു ഇടയൻ, ആടിന്റെ മണമടിച്ച് കിടന്ന ഇടയൻ ആയുധങ്ങളുടെ നേതാവായി മാറുകയാണ്. സ്തോത്രം. God started moving his life to a precious life. Amen. Amen. ചെറിയ ചെറിയ പ്രമോഷനുകൾ നിനക്ക് തന്നുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്ന് അറിയാമോ? ദൈവം നിന്നെ എത്തേണ്ട സ്ഥാനത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. Amen. Hallelujah. The shepherd became the armor bearer. അവിടെ കൊണ്ട് തീർന്നോ? 18:5 എന്ന് വായിച്ചേ. 1 Samuel 18:5. ശൗൽ അയക്കുന്നിടത്തൊക്കെയും ദാവീദ് പോയി കാര്യാദികളെ വിവേകത്തോടെ നടത്തും. അതുകൊണ്ട് ശൗൽ അവനെ പടജനത്തിന് മേധാവിയാക്കി. He became the head of the army. Oh. Rejected. Good for nothing. But when God has chosen him, people change their testimony. The king is saying he is the greatest. Let him become the armor bearer. Later he found that he is wise. Let him become the head of the army. നിനക്ക് വിരോധമായി സാക്ഷ്യം പറഞ്ഞവരുടെ സാക്ഷ്യങ്ങൾ ദൈവം തിരുത്താൻ പോകുക. സ്തോത്രം. Praise God. Hallelujah. അവിടം കൊണ്ട് തീർന്നില്ല. വേഗത്തിൽ പറയട്ടെ. 2 Samuel 5:12 ഒന്ന് വായിച്ചേ. 2 Samuel 5:12. 2 ശമൂവേൽ 5:12. Praise God. Then David knew that the Lord had established him as king over Israel. David knew that Lord has established him as a king. സ്തോത്രം. സ്തോത്രം.
ആരായിരുന്നു നീ? അപ്പൻ റിജക്ട് ചെയ്തവൻ, സഹോദരന്മാർ റിജക്ട് ചെയ്തവൻ, മനുഷ്യർ മുഴുവൻ റിജക്ട് ചെയ്തവൻ. സ്തോത്രം. പക്ഷെ ദൈവം അവനെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു, അവനെ ഉയർത്തുവാൻ തുടങ്ങി. Now David came to know that Lord has established him as a king. The rejected become precious. Why? Because God has chosen you. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമോ ദൈവം എന്നെ തിരഞ്ഞെടുത്താണെന്ന്? How many of you believe that I have been chosen by God? എന്നെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ താഴോട്ടല്ല പോകുന്നത്, എൻ്റെ ഉയർച്ചയുടെ ദിനങ്ങൾ ഈ ദിനങ്ങളിൽ വരാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. ബട്ട് മറക്കരുത്, ഐ കം ടു ഹിം. ഞാൻ ക്രിസ്തുവിൽ നിന്ന് വന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. The reason you are precious, the first reason is you have been rejected but chosen by God. ഇനി വീണ്ടും 1 Peter 2:4-5 ഒന്നുകൂടെ വായിച്ചേ. ദൈവത്തിന് പ്രസാദമുള്ള, ദൈവത്തിന് പ്രസാദം, ഇംഗ്ലീഷിൽ പറയുന്നത് അക്സെപ്റ്റബിൾ to God. Acceptable to God. Why you are precious? You are rejected. You are rejected. But it is acceptable for God. ദൈവത്തിന് പ്രസാദമുണ്ട് നിന്റെ കാര്യത്തിൽ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആമേൻ. Once the world is testifying. എന്താ ടെസ്റ്റിഫൈ ചെയ്യുന്നത്? ഡോങ്കി വിൽ ബി ഓൾവേസ് ഡോങ്കി. കഴുത എന്നും എന്തായിരിക്കും? കഴുതയായിരിക്കും. But the same donkey was used to proclaim God's word. Hallelujah. ലോകം കഴുതയെന്ന് പറഞ്ഞെങ്കിലും ദൈവത്തിന് അത് അക്സെപ്റ്റബിൾ അല്ല. ദൈവത്തിന് നിന്നെ അക്സെപ്റ്റബിൾ ആണ്. സ്തോത്രം. ആര് നിന്നെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ദൈവം നിന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. Everyone rejected, but God is accepting you with all your failures, with all your sins, with all your unfaithfulness, with who you are. God is saying, you are acceptable for me. Why? You took a decision to be with me. നീ എൻ്റെ അടുക്കൽ വരാൻ തീരുമാനമെടുത്തത് കൊണ്ട് നിന്റെ പാപങ്ങളോ നിന്റെ സൗന്ദര്യമോ നിന്റെ പരാജയങ്ങളോ ഒന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ നിന്നെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നു. You become precious because you are acceptable for God. If you study the life of Joseph, he was not at all acceptable for his brothers. He was not acceptable for his brothers. സ്തോത്രം. പക്ഷേ later he was being taken to the house of Potiphar. He was not acceptable for Potiphar and family's wife. And he was taken to jail. There we can see two people. രണ്ടുപേരെ കാണാൻ പറ്റും. ഒരു ബട്ട്ലറെ കാണാൻ, ഒരു ബേക്കറെ കാണാൻ പറ്റും, എല്ലാം കാണാൻ പറ്റും. പക്ഷേ അവർക്കൊന്നും ഇവൻ അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. Nobody was accepting Joseph. Praise God. Hallelujah. എവിടെയും അക്സെപ്റ്റൻസ് ഇല്ല. Wherever you go, nobody will accept you. ദൈവത്തിന് സ്തോത്രം. But Lord is saying, you are acceptable for me. എന്താ കാരണം? In house he was not accepted. പക്ഷേ 37:3 ഒന്ന് വായിച്ച്, ജെനസിസ് 37:3. യോസഫ് അപ്പനോട് വന്ന് പറഞ്ഞു, യോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയെങ്കിൽ അവൻ ഉണ്ടാക്കിച്ചു കൊടുത്തു. Praise the Lord. In the midst of all rejection, in the midst of all rejection, God will give you an experience of acceptance in your life. അവന്റെ ഭവനത്തിൽ അവൻ തള്ളിക്കളഞ്ഞെങ്കിലും
അപ്പന്റെ സ്നേഹത്താൽ അവനൊന്ന് മനസ്സിലായി, ദൈവം എന്നെ സ്നേഹിക്കുന്നു. Praise God. Even he was rejected in the house of Potiphar. You read 39, 3 and 4. 39, 3, 4 വായിച്ചേ. അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവന്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. Praise the Lord. When his master saw that the Lord was with him and that the Lord gave him success in everything he did, Joseph found favor in his eyes and became his attendant. Potiphar put him in charge of his household and he made him charge of his household. Okay, he was rejected in the same house, but Joseph was experiencing the acceptance of God throughout his life. Hallelujah. ജീവിതയാത്രയിൽ മുഴുവനും ആമേൻ തള്ളിക്കളയുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവം നിന്നെ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം. ആമേൻ. അവിടെ കൊണ്ട് തീരുന്നില്ല. ആമേൻ. അതിന്റെ 39:21 എന്ന് വായിച്ചു. ഹി വാസ് ഇൻ ജയിൽ. അവിടെ എന്ത് സംഭവിച്ചു? Praise God. വായിച്ചു. The Lord was with him. He showed him kindness and granted him favor in the eyes of the prison warden. The prison warden accepted him. Hallelujah. ഇവിടെ എല്ലാം വായിച്ചൊരു സെന്റൻസ് ആണ്. എന്താണ്? The Lord was with Joseph. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? Joseph was always with Lord. ജോസഫ് യഹോവയുടെ കൂടെ ഇരുന്നത് കൊണ്ട് ഭവനത്തിലും അവൻ തന്റെ ജോലി മണ്ഡലത്തിലും താൻ നേരിട്ട പ്രതിസന്ധിയിലും പിതാവിന്റെ ആക്സെപ്റ്റൻസ് അവന് ഫീൽ ചെയ്തുകൊണ്ടേയിരുന്നു. സ്തോത്രം. നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മുടെ ധൈര്യം എന്താണെന്നറിയാമോ? എല്ലാ കഷ്ടത്തിലും നമ്മുടെ ധൈര്യം എന്താണെന്നറിയാമോ? കഴിഞ്ഞ നാളുകളിൽ എന്നെ ആക്സെപ്റ്റ് ചെയ്ത ദൈവം ഇനിയും എന്നെ ആക്സെപ്റ്റ് ചെയ്യുവാൻ വിശ്വസ്തനാണ്. സ്തോത്രം. The Lord who accepted me in all the problems in my past life, He is more faithful to make me acceptable throughout my life. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ജെനസിസ് 50:20 വായിച്ചു. 50:20. ലാസ്റ്റ് ചാപ്റ്റർ 20 and 20. You rejected. He is saying to his brothers, you brothers, dear brothers, you people rejected me. നിങ്ങൾ എന്നെ ചെയ്തു? ദോഷം വിചാരിച്ചു, എന്നെ തള്ളിക്കളഞ്ഞു. പക്ഷെ ദൈവമോ, He accepted me. The Lord, He accepted me. Praise God. Hallelujah. You rejected, God accepted. Amen. I rejected myself. God is saying, I will accept you. Hallelujah. I want to tell you one thing. All the jobs I got in Kuwait, not because of the interview I attended, not because of the answers I told to the interviewer. Many jobs without interview. എന്ത് മനസ്സിലായി? What you understood? സ്തോത്രം. Because not the people are accepting you. Before you go for the interview, Lord accepted you. Hallelujah. സ്തോത്രം. ഒരു ജോലിക്ക് ഞാൻ പോയത് ഫോർ സാംസങ്. എങ്ങനെ പോയത് അറിയാമോ? One phone call, can you join? I told yes. The next day phone call, go to that office, take the offer letter. Hallelujah. Take the offer letter. I told, how much salary? I requested one salary. Don't worry. I requested our CEO, he put 100 KD more for you. Hallelujah. Without knowing who I am, without knowing I can do the job, without knowing I have the knowledge, not because of me, because God accepted you. ദൈവത്തിന് സ്തോത്രം. Hallelujah. Hallelujah. And the job I am working now, I went there. He never asked about the spelling of planning. He asked, നാട്ടിൽ എവിടെ? Where are you in India? Which place?
how family members who all are there. Where are your son studying outside? Okay. When you can join? I told, okay, this I can join by this. Okay, thank you. Okay, thank you. God want to ensure me, not because of you, because of my acceptance, you are blessed. Hallelujah. സ്തോത്രം, സ്തോത്രം. എൻ്റെ എക്സ്പീരിയൻസ് അവിടെ നോക്കിയില്ല, എൻ്റെ ഡിഗ്രി നോക്കിയില്ല, ഞാൻ അറ്റാച്ച് ചെയ്ത ഒരു ഡോക്യുമെന്റ് അവർ നോക്കിയില്ല. They never checked any document. Why? Because God accepted you. Hallelujah. ദൈവത്തിന് സ്തോത്രം. Why you are precious? Why you are going to become cornerstone? Because everyone rejected, by God accepted. Hallelujah. ദൈവത്തിന് സ്തോത്രം. ആമേൻ. മൂന്നാമത്തെ കാര്യം പറയട്ടെ. ഇനി ഒന്നുകൂടെ 1 Peter 2:4-5 ഒന്ന് വായിച്ചേ. വിശുദ്ധ പുരോഹിത വർഗം, ഹോളി പ്രീസ്റ്റ്ഹുഡ്. Praise God. Hallelujah. Why you become precious? God consider you as holy. God is looking to me and saying you are holy. നീ വിശുദ്ധ പുരോഹിത വർഗമാണ്. You are holy. സ്തോത്രം. Hallelujah. ഹോളി ആകുമ്പോൾ അടുത്ത വാക്യം പറയുന്നത് വിശുദ്ധ, holy priest. Who is priest? Who proclaim the glory of God. Why you are holy? Because you proclaim the glory of God. If you are not proclaiming the glory of God, you are unholy. നീ ദൈവത്തിന്റെ മഹത്വം നിന്റെ വായ് തുറന്ന് പ്രസ്താവിക്കുന്നില്ലെങ്കിൽ നീ അശുദ്ധനാണ്. Not because of the sins you are doing, not because of the unholy things you are in your life, because Lord is telling, if you are priest, you proclaim the glory, I consider you as holy. ഞാൻ നിന്നെ വിശുദ്ധരായി കാണുന്നതിന് കാരണം നീ വിശുദ്ധരായതുകൊണ്ടുമല്ല, നിന്റെ സ്തോത്രം, നിന്റെ പ്രാർത്ഥന കൊണ്ടല്ല, നിന്റെ വചനധ്യാനം കൊണ്ടല്ല. നീ അശുദ്ധനായ, നീ വിശുദ്ധനായ ദൈവത്തെ പ്രസ്താവിപ്പാൻ നിന്റെ ശരീരം വിട്ടുകൊടുത്തു. The unholy body God has chosen and accepted to proclaim the glory of holy God. So God is considering you holy. നീ പ്രഷ്യസ് ആകുന്ന എപ്പോഴാണെന്ന് അറിയാമോ? When you proclaim the glory of God. നീ ദൈവത്തിന്റെ സാക്ഷിയാകുമ്പോഴാണ് നീ മൂലക്കല്ലായി മാറുന്നത്. സ്തോത്രം. Praise God. We are shy to open our mouth. We are not ready to proclaim the glory of God. Stotram, you are unholy. The moment you decide to proclaim the glory, hallelujah, God consider you as a holy. ദൈവത്തിന് സ്തോത്രം. 1 Corinthians 3:16. 1 Corinthians 3:16. വേഗത്തിൽ വായിച്ചേട്ടാ. Don't you know that you yourselves are God's temple and that God's Spirit dwells in your midst? Do you know that the moment you start proclaiming the glory of God, your body is a temple of God. You are a moving church. Amen. If people are not ready to come to church, the church will go to them. Hallelujah. Who are you? I am a moving church. I am the moving church. ദൈവത്തിന് സ്തോത്രം. Hallelujah. Because why? Holy Spirit is upon us. So what is the difference when the Holy Spirit, why God is considered holy? 1 Corinthians 6:19 എന്ന് വായിച്ചേ. 1 Corinthians 6:19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. Holy Spirit is the gift of God. So God changed your life as a temple of God.
നിങ്ങളുടെ ശരീരമെന്നും ആ. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്ന് You don't പറയുന്നില്ലേ? belongs to you anymore. You are living in the world not because of you or for you. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയല്ല. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട് നീ ഇനി ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. Because you live your life for God, you belongs to God. God considering you as holy. അപ്പൊ എന്ത് ചെയ്യണം? 20 വാക്യം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. Glorify your name through your life. The moment you proclaim glory, God considers you as a holy. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. The moment you proclaim your glory, God will consider you, hallelujah, as holy. ഇനി അതിന്റെ ഒരു വാക്ക് 2 Corinthians 6:16 എന്ന് വായിച്ചു. 2 Corinthians 6:16. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. We are a living temple of God. Why you are a living temple of God? The Holy Spirit came upon you. Since Holy Spirit came upon you, you are living a life not for your will, you are living a life to do the God's will. So now God is considering you as a holy temple. You become precious. Hallelujah. നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, അതുകൊണ്ട് ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും ആയിരിക്കും. ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് Be separated from the unholy and become holy. Why? You are a living temple of God. You proclaim the glory of God. Holy Spirit is upon us. ദൈവത്തിന് സ്തോത്രം. Why that rejected become precious? Because God has chosen you. Second thing, God has accepted you. And God is considering you. Hallelujah. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരു ദൂതൂടെ പറഞ്ഞ് നമ്മൾ വായിച്ചത് 180:22 അല്ലേ? 23 ആണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എന്താ സംഭവിക്കുന്നത് അറിയാമോ? God will change your life according to His will. You will proclaim a testimony. എന്താ അറിയാമോ? വായിച്ചേ. ഇത് യഹോവയാൽ സംഭവിച്ചു, ഇതാശ്ചര്യമെന്ന് തോന്നി. The Lord has done this. The Lord has done this and that done this. He made the rejected precious. അടുത്തത്. And it is marvelous in our eyes. It is marvelous in our eyes. നിങ്ങൾ സാക്ഷ്യം പറയാൻ പോവുക. You are going to share the testimony. What is rejected, God made precious. Amen. ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ God is going to lift you step by step. First is the armor bearer. Second is the head of the army. Third is the next level. Until the final destiny, God will change your life. So Lord is telling to you today morning, don't reject yourself. നീ നിന്നെ തന്നെ തള്ളിക്കളയരുത്. ആമേൻ. പൗലോസ് പറഞ്ഞു, what Paul said, I can do everything through who strengthen me. I am good for everything. I am no more a failure. I am a success in Christ, because God is going to change a rejected one to the precious one, and I will proclaim the glory. Oh, my Lord has done it. It is marvelous. It is a miracle, and you are going to glorify your Father's name. എഴുന്നേൽക്കാം, പ്രാർത്ഥനയ്ക്കായിട്ട്.